നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാജ്യസഭാ എംപി സ്വാതി മലിവാളിന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ വെച്ച് നേരിട്ടത് ക്രൂരമർദ്ദനം. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന സ്വാതിക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായതെന്നതിന് വ്യക്തമായ കാരണമുണ്ട്. രാജ്യസഭാ എംപി സ്വാതി മലിവാളിന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി. സ്വാതി മലിവാൾ പോലീസിന് നൽകിയ മൊഴിയിലാണ് സംഭവത്തെക്കുറിച്ച് പറയുന്നത്. മെയ് 13 രാവിലെ 9 മണിയോടെയാണ് താൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയത്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കാത്ത് വീടിന്റെ ഡ്രോയിങ് റൂമിലിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി വൈഭവ് കുമാർ യാതൊരു പ്രകോപനവുമില്ലാതെ തന്നെ ആക്രമിച്ചതെന്ന് സ്വാതി മലിവാൾ പറയുന്നു. ആദ്യം അസഭ്യം പറയുകയും പിന്നാലെ പിടിച്ചു തള്ളി മുറിയിലെ മേശയിൽ തലയിടിച്ചു വീണ സ്വാതിയെ പലതവണ മുഖത്തടിക്കുകയും നെഞ്ചിലും വയറ്റിലും സ്വകാര്യ ഭാഗത്തും ചവിട്ടുകയും ചെയ്തു. മുടിയിൽ പിടിച്ചു വലിച്ച് റൂമിലാകെ വലിച്ചിഴച്ചു. തനിക്ക് ആർത്തവമുണ്ടെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ക്രൂരമർദ്ദനം തുടരുകയായിരുന്നുവെന്നും മൊഴിയിലുണ്ട്. അതേസമയം ഈ സംഭവം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വസതിയിൽ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA വൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ്. സ്വാതിയെ കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ആദ്യം പോലീസും ഫോറൻസിക് വിദഗ്ധരും തെളിവെടുപ്പ് നടത്തിയതിനു ശേഷമാണ് സ്വാതിയെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ എത്തിച്ചിരുന്നത്. ഡൽഹി എയിംസ് ഹോസ്പിറ്റലിൽ നിന്ന് 3 മണിക്കൂറോളം സ്വാതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കുകയും ചെയ്തു. സ്വാതിയുടെ മുഖത്ത് ആന്തരികമായ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ നെഞ്ചിലും അടിവയറ്റിലും അടിയേറ്റ പാടുകൾ കണ്ടെത്തിയതായും റിപ്പോർട്ടിലുണ്ട്. പരാതിയിൽ വൈഭവ് കുമാറിനെതിരെ IPC സെക്ഷൻ 354, 506, 509, 323 എന്നിവ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അഡീഷണൽ പോലീസ് കമ്മീഷണർ PS കുഷാഹയുടെ നേതൃത്വത്തിലുള്ള ഡൽഹി പോലീസ് സംഘം വ്യാഴാഴ്ച സ്വാതിയുടെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. തനിക്കുണ്ടായത് വളരെ മോശം അനുഭവമാണെന്നാണ് മൊഴി നൽകിയതെന്നും പോലീസ് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സ്വാതി മലിവാൾ Xൽ കുറിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് മെയ് 13 വീഡിയോ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടിട്ടുണ്ട്. സ്വാതി മലിവാളിനെ കുറ്റപ്പെടുത്തിയുള്ളതാണ് ഈ വീഡിയോ. എന്നാൽ എന്തുകൊണ്ടാണ് സ്വാതിക്ക് ഇങ്ങനെയൊരു ദുരനുഭവം ഉണ്ടായതെന്നതിന് വ്യക്തമായ കാരണമുണ്ട്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന മനസാക്ഷി സൂക്ഷിപ്പുകാരി കൂടിയായിരുന്നു സ്വാതി. പക്ഷേ മുഖ്യമന്ത്രി ജയിലിലായപ്പോൾ സ്വാതി ഒരക്ഷരം പോലും അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിച്ചിരുന്നില്ല. അതിന്റെ വൈരാഗ്യമായിരുന്നു ഇത്തരമൊരു ആക്രമണത്തിന് പിന്നിലെന്ന് പറയപ്പെടുന്നുണ്ട്.